ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നജിലാക്ക് ഒരു അസ്സലാമുണ്ട്. എന്താ നജില, എന്താണ് ഇതെന്താണ് നജിലാനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ബാഡ് കമൻറ്റുകൾ ഒരുപാട്. ഞാൻ നജിലാനെ കുറിച്ച് ഒരു ബാഡ് കമൻറ്റ്, ഒരു കല്യാണത്തിന് വീട് താമസം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരു കുറ്റം പറഞ്ഞതോ ഒന്നുമല്ല. അത്രയും അടുപ്പമുള്ളത് കൊണ്ട് എന്താ നജില എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. കുറേ പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണ്, ഇതൊക്കെ ചെയ്തു. അന്നേരമാണ് ഞാൻ പറഞ്ഞത് എന്നെ നജില കല്യാണം പെരതാമസം വിളിച്ചില്ല എന്ന്. കാരണം നജില ഫോൺ വിളിച്ചാൽ എടുക്കില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ മസൂറ ഫാത്തിമയുടെ എൻ്റെ ചാനൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണു, വാട്സപ്പ്. നമ്മളങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താണ് നമ്മളെന്ത് തെറ്റാണ് ചെയ്തത്? കാരണം എന്നെ വിളിച്ചിട്ട് നജില ഒരു ദിവസം രാത്രി 12 മണിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷെക്കിലാത്ത എനിക്കൊരു 100 രൂപ ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു 3 കുട്ടികളുള്ളൊരു കൊച്ചിന്, ഒരു പെണ്ണിൻ്റെ കൊച്ചിന് പനിയാണ്. അപ്പം പാരസെറ്റാമോൾ മേടിക്കാൻ പൈസ ഇല്ല. അപ്പം ഒരു 100 രൂപ ഇട്ട്. ഞാൻ ഇത്രയും നാളൊന്നും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരാളെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്നും കൂടി അറിയണ്ടേ? എന്തിനാണ് നജില എന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കണേ? അത്രയും നല്ല സ്വഭാവമാണ്. എപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞ അള്ളാഹ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളൊന്നും ഒരാളെയും ബ്ലോക്ക് ചെയ്ത് വെക്കില്ല. കാരണം നമ്മളായിട്ട് പ്രശ്നങ്ങളോ വഴക്കോ തമ്മിലോ എന്നുള്ള ഒരാളല്ല. നമ്മൾ ഈ യൂട്യൂബ് വഴി ഒന്ന് കണ്ടു പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇടാം. ആ കൊച്ചിന് പാരസെറ്റാമോൾ രാത്രി 12 മണിക്ക് ഒരു പാരസെറ്റാമോൾ മേടിക്കാൻ 100 രൂപ കൊണ്ട് എവിടെ പോകാനോ ഒരു പെണ്ണെനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ ഇടാനായിട്ട് എൻ്റെ ഗൂഗിൾ തുറന്നു. പൈസ 100 രൂപ അടിച്ചപ്പോൾ പോയില്ല. ഫെയിൽഡായിട്ടാണ്, ഞാൻ ഉറങ്ങിപ്പോയി. സത്യം അതാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ ആൾക്കാരോട് ചോദിക്കാൻ ശക്കില്ലാത്ത പൈസ ഇടാന്ന് പറഞ്ഞിട്ട് എന്താണ് ഇടാതിരുന്നത് ചോദിച്ചിട്ടില്ല. പിന്നെ അവൾ ഫോൺ എടുത്താൽ ഞാൻ ഈ കാര്യം മറന്നുപോയി ഉറക്കത്തിൻ്റെ ഇടയിൽ. പിന്നെ നജിലാനെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നജില ഫോൺ എടുക്കുകയില്ല, എത്ര ബെല്ലടിച്ചാലും എടുക്കില്ല. അതുപോലെ പിന്നെ നോക്കുമ്പോൾ വാട്സപ്പ് ബ്ലോക്ക്. ഒരു ദിവസം വിളിച്ചപ്പോൾ മോളെ കൊണ്ട് ഇടിപ്പിച്ചു, മസൂറാനെ കൊണ്ട് ഇടിപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉമ്മച്ചി എന്തോ തിരക്കിലാന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞു ഉമ്മയുടെ നിന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തോന്നുന്നു എന്താ താത്ത നിങ്ങളിങ്ങനെ പെരതാമസം വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ബാഡ് കമൻറ്റൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അതിനു മുമ്പ് കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് കരഞ്ഞു, എനിക്ക് ബർത്ത്ഡേ ആണ്, ആഘോഷിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മോന് കേക്ക് മുറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴൊന്നും എനിക്കറിയില്ല ഇതുപോലെ ആൾക്കാർ ഇവളെ സഹായിക്കേണ്ടതൊന്നും എനിക്ക് അറിയാനേ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ആരും ഒരു സഹായമൊന്നുമില്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. കാരണം യൂട്യൂബിൽ ജനുവരിയിലാണ് വരുമാനം കിട്ടുള്ളൂ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അപ്പോൾ ആരും ഒന്നും കൊടുത്തിട്ടില്ല പറഞ്ഞപ്പോൾ ഞാൻ എന്നുള്ള ഇതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ അതിന് വിഷമിക്കണ്ട, നിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ഒരു ദിവസം, കൊച്ചിന് ചെറിയൊരു കേക്ക് മേടിച്ചാൽ മതി, അതിനുള്ള പൈസ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് പറയണതല്ല, ഞാൻ അവൾക്ക് പൈസ ഇട്ട് കൊടുത്തു. അവൾക്കതറിയാം. എത്ര ഇട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കേക്കിൻ്റെ പൈസ എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവൾ അതിലും വേറൊരു ഇത്തായും കൂടി പൈസ ഇട്ടു എന്ന് പറഞ്ഞു കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ കേക്ക് മേടിച്ച് മുറിക്കുന്നതായിട്ടൊരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 250 രൂപ വീതം ചലഞ്ച് ഒരു പെണ്ണിന് അരിയും സാധനങ്ങളും മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ആ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചാനലിനും നല്ലതാണ്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടതാണല്ലോ, വേറെ ആരോ ഏതോ വീഡിയോക്കാർ ചെയ്ത ഇത് വാർത്ത വന്നു, നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഗൂഗിളിൽ അയക്കുകയും ചെയ്തതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഞാനായിട്ട് ചെയ്യണേത്താ, എനിക്ക് ഇത്രയും ദൂരമുണ്ട്, കുറേ ദൂരമുണ്ട്, നടന്നു പോകണം, ഓട്ടോയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോകണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലും അവൾ പറഞ്ഞ പൈസ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 250 രൂപ. നമ്മളൊരാളെ സഹായിച്ചതുകൊണ്ട് പറയുന്നതല്ല. പിന്നീടാണ് ഈ വരതാമസങ്ങളും നിങ്ങൾ കുറച്ച്
എൻ്റെ സബ്സ്ക്രൈബ് അവളുടെ സബ്സ്ക്രൈബ് ഇതറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൾ പേരതാമസം വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ ബാഡ് കമൻറ്റ് വന്നു. പക്ഷേ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എത്ര ദിവസങ്ങളായി, മാസങ്ങളോളായി ഇപ്പം ഇവളെ പറ്റി ബാഡ് കമൻറ്റുകൾ ഏതെല്ലാം രൂപത്തിലാണ് വരുന്നത്. എന്താണ് അങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ട് മറ്റുള്ളവർ പ്രതികരിക്കുന്നില്ല? ഈ എനിക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല ഇവൾ അങ്ങനെയാണ് നല്ലതാണ്, എന്തിനാണ് കുറ്റം പറയുന്നതെന്ന്? ഇവൾ തന്നെ നൊലോളിച്ച് കരഞ്ഞ് വിളിച്ച് ഇവൾ തന്നെ എത്ര വീഡിയോസ് ഇടുന്നത് എന്നെപ്പറ്റി ബാഡ് പറയല്ലേ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എപ്പോഴും മക്കളെക്കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്? നമുക്കങ്ങനെ പറയാൻ കൊള്ളില്ല നജില. കാരണം അള്ളാഹു തന്ന മക്കളാണ്. എപ്പോഴും എൻ്റെ മസൂറ മോള്, എൻ്റെ മുത്തുമോന്, എൻ്റെ മിച്ചുമോന് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പാടില്ല. മക്കൾ നമ്മുടെയാണ്. പക്ഷെ അള്ള തന്ന മക്കളാണ്, അള്ളാടെ മക്കളാണ്. നീ ഇത്രയും മസൂറ മോൾക്ക് ഇത്രയും 9 വയസ്സല്ലേ പ്രായമുള്ളൂ. ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ CBSE പഠിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കണേ എന്ന് പറയാനുള്ള ഇതൊന്നും ആയിട്ടില്ല. അള്ളാഹു അതിനുള്ള റാഹത്തും ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. അതിന് വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യുക. പിന്നെ മക്കളെക്കുറിച്ച് ഒരിക്കലും ആരും ഒന്നും പറയാൻ എനിക്കിഷ്ടമല്ല. ഞാൻ അതുകൊണ്ടാണ് മക്കളെക്കുറിച്ചൊന്നും പറയില്ല. അന്ന് ആരോ നിൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കുക ചെയ്തത്. അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു മക്കളും കുറിച്ച് നമ്മൾ ആരും ഒന്നും പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ മക്കളാണ്. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മക്കളല്ല, അള്ളാഹുവിൻ്റെ മക്കൾ, അള്ള തന്ന മക്കൾ, അവർക്കൊരാപത്തും വരുത്തല്ലേ, അങ്ങനെ പറയാറുള്ളൂ. ഇതിലെ 24 മണിക്കൂറും എൻ്റെ മസൂറ മോള്, എൻ്റെ മിച്ചുമോൻ എല്ലാവരും മക്കളെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്. എനിക്ക് ജന്മന എൻ്റെ ഉമ്മച്ചിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളുടെ വാപ്പ രണ്ടാമത് വിവാഹം കഴിച്ച് പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എത്തി മക്കളെ പോലെ വളർന്ന മക്കളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത് നിനി മാത്രമല്ല കഷ്ടപ്പെട്ടിട്ടുള്ളൂ. നിനക്ക് വാപ്പാണ്ട് ഉമ്മാണ്ട്, നിൻ്റെ കുടുംബ വീട് ഇത്രയും നാളായിട്ട് നീ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്ത് പറഞ്ഞാലും നീ കുടുംബ വീട് കാണിക്കാറില്ല. കാരണം അന്നൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് നീ എന്നെ ഒരു മുറിയാണ് നീ അന്ന് കാണിച്ചത്. ഇതിലെ ഓർക്കുന്നുണ്ടോ? കാരണം ഒരു മുറി കാണിച്ചിട്ട് ഒരു ബെഡ് പോലും ഇല്ല ഇത്ത, ഒരു കട്ടിൽ പോലും ഇല്ല ഇത്ത എന്ന് പറഞ്ഞ് കുട്ടികൾ കിടന്ന് ഉറങ്ങണ അവസ്ഥ കണ്ടോ ഇത്താന്ന് പറഞ്ഞ് വിളിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷേ അതിന് ശേഷം നിൻ്റെ കുടുംബ വീടില്ലെന്ന് ചോദിച്ചപ്പോൾ വാപ്പായും ഉമ്മയും ചെറിയ വീട്ടിലെ താമസിക്കുന്ന വീടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നീ കുടുംബ വീട് കാണിക്കുന്നു. നിൻ്റെ ഉമ്മച്ചിരി വീട് നല്ല വലിയ വീടാണ്, നല്ല വീട്, അൽഹംദുലില്ലാ ഉണ്ടാവട്ടെ. സെറ്റ് കാര്യങ്ങളും സാധനം എല്ലാം ഉണ്ട്. ഒരു ദിവസം നീ ചട്ടിയില്ല എന്ന് പറഞ്ഞ് കുക്കറിൽ മീൻ വെച്ചിട്ട് നീ പറഞ്ഞു മീൻ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണെന്ന്. അതൊന്നും ഇന്നത്തെ കാലത്തൊന്നും ആരും വിശ്വസിക്കില്ല നജില. അതൊന്നും വിശ്വസിക്കും. കേൾക്കുന്നവർ അത്രയ്ക്കും മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ ആയിരിക്കണം. നിന്നെ കാത്തു സംരക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവർ വിശ്വസിക്കും. അപ്പം തന്നെ അന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നിന്നോട് ചോദിച്ചു നീ കുക്കറിൽ മീൻ വെച്ചത് എന്തുകൊണ്ടാണ്. അപ്പോൾ ഞാനോട് ഞാൻ കുക്കറിൽ മീൻ വെക്കാൻ ചീനച്ചട്ടിയിൽ വെക്കാമല്ലോ. ചാളമീൻ കുക്കറിലടിച്ച് ഒരു വിസിലടിപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ നീട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മച്ചി വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം നീ പറയുന്നതെല്ലാം നുണയാണ്. കാരണം നീ നല്ലവളായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേനെ. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തേനെ. 1 രൂപ നമ്മൾ തന്നാൽ ഒരു വാക്ക് കൊണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരാളെ നമ്മൾ ആരും മറക്കില്ല, അറിയോ, ഒരിക്കലും. പക്ഷെ ഇപ്പം നിനക്കല്ല വീട് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ നീ എല്ലാം മറന്നു. അതിന് മുമ്പേ നീ മറന്നു തുടങ്ങിയായിരുന്നു എല്ലാവരും. ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ അല്ലേ, ഒരിക്കലും നീ പറയരുത്. ഈ എപ്പോഴും മക്കളെക്കുറിച്ച് ഇങ്ങനെ മക്കളെ എല്ലാവരും കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ കടമയാണത് അവരെ വളർത്തേണ്ടത്. നീ വാപ്പായുമായും ഞാൻ തന്നെയാന്ന് എന്തോരം നിന്നേക്കാൾ എത്തിയുമായി മക്കൾ വളരുന്നുണ്ട്. വാപ്പായും ഉമ്മായും ഇല്ലാത്ത മക്കൾ വളരുന്നുണ്ട്. അവരെയും സംരക്ഷിക്കുന്ന ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. നീയൊക്കെ സ്വർഗത്തിലാണ് നജില. ഞാൻ നോക്കുമ്പോൾ നീയൊക്കെ സ്വർഗത്തിലാണ്. നിന്നോട് ഇങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ലാത്തതിൻ്റെ കുറവാണ് നീ കാണിക്കുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെനിക്കൊരു ബാഡ് കമൻറ്റ് തരട്ടെ ആൾക്കാർ, എന്താണെന്ന് വെച്ചാൽ. കാരണം ഇപ്പം നിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം എനിക്ക് ദേഷ്യം വന്നത്. കാരണം
എല്ലാവരുടെയും കയ്യിൽ നിന്നെല്ലാം മേടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക സ്വഭാവമുണ്ട് നിനക്ക്. ഉറപ്പാണത്. കാരണം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ആരെയും വേണ്ട. ഞാൻ ആ വാതിലിൻ്റെ പൈസ നിൻ്റെ കയ്യിൽ ഇടാമെന്ന്, ബാത്റൂമിൻ്റെ വാതിലിൻ്റെ പൈസ നിൻ്റെ അടുത്ത് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇടാത്തതിൻ്റെയാണ് ഇപ്പം നീ എന്നെ ബ്ലോക്ക് ചെയ്തേക്കണേന്നും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്നും ഞാനിപ്പോൾ പറയാം. ഇത്രയും നാൾ ഇതൊന്നും പറയാമായിരുന്നു. ഞാൻ ആരുടെയും കുറ്റം പറയാറില്ല, എനിക്കിഷ്ടമല്ല. ഞാൻ ആരെക്കുറിച്ച് ഒന്നും പറയാറില്ല, അങ്ങനെ മോശമായ രീതിയിൽ ഒരു വാക്കുകളും പറയാറില്ല. പക്ഷെ നീ നല്ലവരാണെന്നുള്ളത് നിൻ്റെ നിനക്ക് കുറേ ഇത്താമാർ സഹായിച്ചു എന്ന് പറയണ്ടല്ലോ. ആ സഹായിച്ചതിൽ ഒരു ഇത്തായ ഞാനും. അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള നല്ല അവകാശമുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയുക, മതി, നിർത്ത്. ഈ പറഞ്ഞ ആൾക്കാർ കിടന്ന് നീ നല്ലവളാണെങ്കിൽ പറയുന്ന ആൾക്കാരങ്ങ് പറഞ്ഞിട്ട് പോട്ടെ. 1 കെട്ടിയതും 2 കെട്ടിയതും 3ാമത് കെട്ടിയതൊക്കെ നീ എന്തിനാണ് പിന്നെയും വന്ന് ഇത് പറയാൻ നിൽക്കണേ? നീ നല്ലവളാണ്, നീ അത് പറഞ്ഞ് നിർത്തി, അവർ പറഞ്ഞോട്ടെ. നിൻ്റെ റബ്ബിനെ പോയിപ്പിച്ചാൽ പോരെ. ഈ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ വീണ്ടും വന്ന് വീഡിയോ ഇടുന്നതുകൊണ്ടല്ലേ പിന്നെയും നിനക്ക് വീഡിയോസ് വേറെ വരുന്നത്. എന്തായാലും എന്നോട് നീ ചെയ്തത് നല്ലതല്ല. അതുപോലെ പല ഇത്താമാരും പറഞ്ഞല്ലോ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ സത്യമല്ല പറഞ്ഞത്, നുണ തന്നെയാണ് പറയണത്. സത്യം. നിനക്ക് വിടാൻ ഡ്രസ്സൊക്കെ ഒരുപാടായി, ഇതായി നീ പറഞ്ഞിട്ടുണ്ട്. ഷോള് പോലും ഇല്ല എനിക്ക് ഞാൻ ഇട്ടേക്കണ ഷോള് പോലും എനിക്ക് ഓരോരുത്തർ തരുന്നതാണ് അന്നും ഞാൻ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്ത് വരും, നിനക്ക് ഡ്രസ്സ് സാധനമെല്ലാം ഞാൻ മേടിച്ച് എനിക്ക് വരണം നിൻ്റെ വീട്ടിൽ. അന്നേ അങ്ങനെയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാനത് വിശ്വസിച്ചു. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല സത്യം. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. അസ്സലാമു അലൈക്കും. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ.